തിരുവനന്തപുരത്തേക്ക് പോയാൽ മുട്ടറ വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്ന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ വൈഷ്ണയും പരാതിക്കാരനും വിശദീകരണം നൽകിയിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് UDF. അതേസമയം വൈഷ്ണ വ്യാജവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് എന്ന ആരോപണത്തിൽ പരാതിക്കാരനായ സുധീഷ് കുമാറും ഉറച്ചു നിൽക്കുകയാണ്. ഡാൻ കുര്യനും ചേരുകയാണ് വിവരങ്ങളുമായി. ഡാൻ, ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇതിൽ നിർണായകമാകുക? കോടതി ഇത് ജില്ലാ കളക്ടർക്ക് വിട്ടുകയും ഇനി തുടർ തീരുമാനങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം നിർണായകമായിരിക്കും? കഴിഞ്ഞ ദിവസമാണ് അപർണ ഹൈക്കോടതി ഈ കേസ് ഹർജി പരിഗണിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഇരു വിഭാഗങ്ങളുടെയും, അതായത് വൈഷ്ണ സുരേഷിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെ അഭിഭാഷകന്റെയും അതോടൊപ്പം പരാതിക്കാരനായ സുധീഷ് കുമാറിന്റെയും വിശദീകരണം തേടിയത്. അങ്ങനെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇരു വിഭാഗങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പരാതിക്കാരൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വ്യാജമായി വോട്ട് ചേർത്തതാണ് വൈഷ്ണ സുരേഷ് എന്നാണ് സുധീഷിന്റെ പരാതി. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ്, രാഷ്ട്രീയ ലാക്കോടെയാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് തനിക്കെതിരെ എന്ന നിലപാടിലായിരുന്നു വൈഷ്ണ സുരേഷ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈഷ്ണ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്റെ ID കാർഡുകളിലെ തിരിച്ചറിയൽ രേഖകളിലെ കൃത്യമായ വിലാസമടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ഇതിന്റെ വിശദീകരണം വൈഷ്ണ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് ക്യാമ്പ് വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ കാരണം വൈഷ്ണയ്ക്ക് ഈ നഗരസഭാ പരിധിയിൽ മറ്റ് ഒരു വാർഡുകളിലും വോട്ടില്ല, ഇവിടെ മാത്രമാണ് വോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ട് നിഷേധിക്കാനുള്ള ഒരു സാധ്യത, അതിന്റെ പേരിൽ ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ, തീരുമാനം എതിരായാൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കും. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. എന്തായാലും പ്രചാരണം സജീവമായി തന്നെ തുടരുകയാണ് മുട്ടറ വാർഡിൽ വൈഷ്ണ സുരേഷ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസം ഇത്തരമൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പരാമർശം ഉണ്ടായതിന് പിന്നാലെയാണ് വൈഷ്ണയും കോൺഗ്രസ് ക്യാമ്പും വീണ്ടും മുട്ടടയിൽ വൈഷ്ണയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണം സജീവമാക്കിയത്. മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മാത്രമാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ.